ഹൈന്ദവ വിശ്വാസത്തെയും ശ്രീരാമനെയും സീതാദേവിയെയും ലക്ഷ്മണനെയും അവഹേളിച്ച തൃശൂർ MLA AP ബാലചന്ദ്രനെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത്. രാമൻ ഒരു സാധുവായിരുന്നു, കാലിൽ ആണിയുണ്ടായിരുന്നതുകൊണ്ട് എടുത്തുചാട്ടക്കാരനായിരുന്നില്ല. ലക്ഷ്മണൻ ഇറച്ചിയും പൊറോട്ടയും കൊണ്ടുവന്നു, ചേട്ടത്തി സീത അത് 3 പേർക്കും വിളമ്പി എന്നിങ്ങനെ തുടങ്ങുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് MLA പങ്കുവച്ചിരുന്നു. രാമായണവുമായി ബന്ധപ്പെട്ട തൃശൂർ MLA CPI നേതാവുമായ P ബാലചന്ദ്രൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റ് വിവാദത്തിലായിരുന്നു. പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: രാമൻ ഒരു സാധുവായിരുന്നു, കാലിൽ ആണിയുണ്ടായിരുന്നത് കൊണ്ട് എടുത്തുചാട്ടക്കാരനായിരുന്നില്ല. ഒരു ദിവസം ലക്ഷ്മണൻ ഇറച്ചിയും പൊറോട്ടയും കൊണ്ടുവന്നു, ചേട്ടത്തി സീത അത് 3 പേർക്കും വിളമ്പി. അപ്പോൾ ഒരു മാൻകുട്ടി അതുവഴി വന്നു. സീത പറഞ്ഞു, രാമേട്ട അതിനെ കറി വെച്ച് തരണം. രാമൻ മാനിന്റെ പിറകെ ഓടി. മാൻ മാരിയപ്പൻ എന്ന ഒടിയനായിരുന്നു. മാൻ രാമനെ വട്ടം കറക്കി വഴി തെറ്റിച്ച നേരം പോയി. ലക്ഷ്മണൻ ഇറച്ചി തിന്ന കൈ നക്കി ഇരിക്കുകയായിരുന്നു. സീത പറഞ്ഞുടാ തെണ്ടി, നക്കിയും നോക്കിയും ഇരിക്കാതെ രാമേട്ടനെ പോയി നോക്ക. എട്ടും പൊട്ടും തിരിയാത്ത അദ്ദേഹത്തെ കൊണ്ടുവാ. മുല്ലപ്പൂപ്പന്തൽ ഷാപ്പിൽ മാനിറച്ചിയല്ല ഏതിറച്ചിയും കിട്ടും. അപ്പോൾ രാമാനുജൻ മനസ്സിൽ ഇറച്ചി തന്നെയായിരുന്നു. ഇങ്ങനെയായിരുന്നു MLAയുടെ പോസ്റ്റ്. ഇതിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയർന്നു വന്നത്. അതിൽ മാധ്യമപ്രവർത്തക അഞ്ജു പാർവതി എഴുതിയ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: കേവലം ഒരു മാപ്പ് കൊണ്ട് തീരുന്ന പ്രശ്നമല്ല ഇത്. പോസ്റ്റ് ചെയ്ത് 52 മിനിറ്റുകൾക്ക് ശേഷം പിൻവലിച്ചതുകൊണ്ട് അയാൾ ചെയ്ത കുറ്റം കുറ്റമല്ലാതെ ആവുന്നില്ല. ഉള്ളിൽ നുരഞ്ഞു പൊന്തിയ ഹൈന്ദവ വിരുദ്ധത, രാമായണം, രാമൻ എന്നിവയോടുള്ള വെറുപ്പൊക്കെയാണ് അയാളെ ഇത്രമേൽ നിന്ദ്യമായ ഒരു പോസ്റ്റ് പടച്ചുണ്ടാക്കലിലേക്ക് നയിച്ചത്. സെലക്റ്റീവായിട്ടുള്ള, അതായത് സനാതനധർമ്മത്തെ മാത്രം ലാക്കാക്കിയിട്ടുള്ള വ്രണപ്പെടുത്തൽ ഒരു തുടർച്ചയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന പുസ്തകത്തിൽ EMSൽ തുടങ്ങിയ ആ തുടക്കം ഏറ്റവും ഒടുവിൽ ബാലചന്ദ്രൻ എന്ന ഇടത് MLA വരെ എത്തി നിൽക്കുന്നുവെന്ന് മാത്രം. ഒരു പ്രത്യേക ആക്രമണ ശൈലി സനാതനധർമ്മത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന കട്ട ഉറപ്പിലാണ് ഇവിടെ കൂരിപ്പുഴയും രാമനുണ്ണിയും ശാരദക്കുട്ടിയും ദുർഗാമാലതിയും എന്തിന് ഭരണവർഗവും നവോത്ഥാനവും കേരളവർമ്മയിലെ കുട്ടി സഹാക്കളും സെലക്റ്റീവായി ഹൈന്ദവ വിശ്വാസങ്ങളെ മാത്രം വില കുറഞ്ഞ നിലവാരത്തിൽ വിമർശിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നത്. ആ സെയിം ചിന്താഗതി തന്നെയാണ് സാംസ്കാരിക നഗരത്തിലെ സംസ്കാരം തൊട്ട് നീണ്ടിയിട്ടില്ലാത്ത ജനപ്രതിനിധിയിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായത്. കേരളത്തിലെ ഹൈന്ദവ വിശ്വാസികളുടെ പ്രതിഷേധം കൂടിയാൽ ഒരു സൈബർ പൊങ്കാലയിലോ 2 ചീമുട്ടയേറിലോ തീരുമെന്ന് അവർക്ക് അറിയാം. മുറിച്ചു മാറ്റപ്പെട്ട വലത് കൈയുമായി മുറിവുണങ്ങാത്ത മനസ്സുമായി ജോസഫ് മാഷ് ജീവിക്കുന്ന അതേ കേരളീയ സമൂഹത്തിലാണ് ഹൈന്ദവ ബിംബങ്ങളെ കളിയാക്കിയതിന്റെ പേരിൽ വെറും സൈബർ പൊങ്കാലകൾ മാത്രം ഏറ്റുവാങ്ങിയ ഹരീഷും കൂരിപ്പുഴയും ഒക്കെ സാംസ്കാരിക നായകരായി വിളങ്ങുന്നത്. അതുതന്നെയാണ് ഹൈന്ദവ മതത്തിന്റെ പോസിറ്റിവിറ്റിയും മഹത്വവും. കേരളീയ സമൂഹത്തിന്റെ ഫേക്ക് ലിബറൽ സെക്യുലർ ഇരട്ടത്താപ്പിനെ നോക്കി ചിരിച്ചുകൊണ്ട് തോൽപ്പിക്കുന്നുണ്ട് സനാതനധർമ്മത്തിന്റെ സഹിഷ്ണുത. ഹിന്ദുവിന്റെ വിശ്വാസത്തെ, അവന്റെ മതചിഹ്നങ്ങളെ യഥേഷ്ടം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിലും പുരോഗമന ആശയങ്ങളുടെ പേരിലും നിരന്തരം അപഹസിക്കുന്നു. ശ്രീനാരായണ ഗുരുവിനെ പ്രതീകാത്മകമായി ടാബ്ലോയിൽ അവതരിപ്പിക്കാൻ ധൈര്യം കാണിക്കുന്നു. ക്ഷേത്രമെന്ന വാക്കിനെ ആഭാസമായി ചിത്രീകരിക്കുന്നു. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഘോഷയാത്ര സംഘടിപ്പിച്ച് സഹാവ് കൃഷ്ണന് അഭിവാദ്യം അർപ്പിക്കുന്നു. ശബരിമലയിൽ തുല്യ ലിംഗനീതി വേണമെന്ന് വാദിച്ച് വിശ്വാസ സമൂഹത്തിന് തീരാ മുറിവ് നൽകിക്കൊണ്ട് ഇരുട്ടിന്റെ മറപ്പറ്റി പിൻവാതിലിലൂടെ വിശ്വാസങ്ങളില്ലാത്ത ആക്ടിവിസ്റ്റുകൾക്ക് ശബരിമലയിൽ പ്രവേശിക്കുവാൻ സംരക്ഷണ കവചമൊരുക്കുന്നു. ആർത്തവ രക്തത്തുള്ളികൾക്കൊപ്പം അയ്യനെ ചിത്രീകരിക്കാൻ നവോത്ഥാനത്തെ കൂട്ടുപിടിക്കുന്നു. എന്തുകൊണ്ടൊരു വിഭാഗത്തോട് മാത്രം ഈ വിവേചനം എന്ന ശരിയായ ചോദ്യമായി ഹൈന്ദവർ ഇറങ്ങി തുടങ്ങിയപ്പോൾ അവർ അതേ രീതിയിൽ പ്രതികരിച്ചു തുടങ്ങുമ്പോൾ അതുമാത്രം ഇവിടെ വലിയ ഇഷ്യൂ ആകുന്നു. ഇവിടെ ഹിന്ദു വിശ്വാസങ്ങളെ അവമതിക്കാൻ നൽകുന്ന സെൻസസ് ആകുന്നു സെക്കുലറിസം. അയാൾ പിൻവലിച്ച ഈ പോസ്റ്റ് വിളിച്ചു പറയുന്നുണ്ട് അയാളിലെ ഊളത്തരം. കമ്മികൾ, നല്ല കമ്മി, അടിമക്കമ്മി, തന്ത്രിക്കമ്മി, മന്ത്രിക്കമ്മി, അങ്ങനെ വേർതിരിവൊന്നുമില്ല. കമ്മിയാണോ ആണെങ്കിൽ രക്തത്തിലുണ്ടാവും ഊളത്തരം. എന്തായാലും ഈ പോസ്റ്റിലൂടെ കമ്മികൾക്ക് മാത്രമായി ഒരു ഇതിഹാസം പിറന്നു. അതായത് കുടുംബം എന്നത് ഗുൽമോഹർ ചോട്ടിലെ ചോന്ന ദിനങ്ങൾ എണ്ണിക്കുടക്കുന്ന ഗഞ്ചാ കുട്ടന്മാരുടെയും ചേച്ചി പെണ്ണുങ്ങളുടെയും സെറ്റപ്പ് കീപ്പപ്പ് മാത്രമാകുമ്പോൾ അമ്മ എന്നത് കേവലം ആർത്തവ കവാടം പേർന്ന ശരീരം മാത്രവും അച്ഛൻ എന്നത് അമ്മയ്ക്കൊപ്പം കിടക്കുന്ന ശരീരം മാത്രവുമാവുന്ന മൈൻഡ്സെറ്റുള്ള കമ്മി ഊളകളുടെ പുക പിടിച്ച ചിന്തകളിൽ ഉരുത്തിരിഞ്ഞ ഈ നവഗാഥ ഇന്ത്യ മുഴുവൻ പറ്റിയാൽ അന്താരാഷ്ട്ര തലത്തിലും ശ്രദ്ധിക്കപ്പെടണം, അറിയണം. ലോകം മൊത്തവും ഇവറ്റകളുടെ ഉള്ളിലെ ശ്രീരാമ ഭഗവാനോടുള്ള വെറി. ശ്രീരാമ പ്രതിഷ്ഠാദിനം ഭരണഘടന പൊക്കിപ്പിടിച്ച് ഇരവാദം മുഴക്കിയ ഓരോ കമ്മി ഊണിസ്റ്റ് രാമവിരുദ്ധനും അറിയണം, കാണണം. ഭരണഘടനയിൽ ആലേഖനം ചെയ്യപ്പെട്ട രാമനെ അപമാനിക്കുന്ന ഊളകൾക്ക്, പ്രത്യേകിച്ചൊരു ജനപ്രതിനിധിക്ക് അതേ ഭരണഘടന വഴി ലഭിക്കുന്ന ശിക്ഷ എന്തായിരിക്കുമെന്ന്.
ഇതേവർക്കും ഒരു പാഠമായിരിക്കട്ടെ. അതായത് വെട്ടാനും കുത്താനും അറക്കാനും പോകാതെ ഭരണഘടന വെച്ച് നിയമത്തിന്റെ വഴിയെ നടന്നു വാങ്ങിക്കൊടുക്കാവുന്ന ശിക്ഷ എന്നർത്ഥം. ഇങ്ങനെയാണ് അഞ്ജു പാർവതി തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്.